എന്തിനാണോ ഈ പരേഡ്? മൂർത്തി കാക്കിയിട്ടിരിക്കുന്ന ഈ പാവങ്ങളുടെ ദേഹത്തിലെ കൊഴുപ്പിളക്കാനാണോ? മൂർത്തി ഐ വിൽ സസ്പെൻഡ് യു. താൻ എന്നെ ഒരു കോപ്പും ചെയ്യത്തില്ല. താ കിടക്കുന്ന രാജിക്കത്ത്. ഇപ്പൊ ഞാൻ തന്നെ മുന്നിൽ നിൽക്കുന്നത് സഖാവ് കൃഷ്ണമൂർത്തിയായിട്ടാണ്. ഈ നിമിഷം മുതൽ എന്റെയും രാമദേവ നായനാരുടെ യൂണിഫോമിന്റെ നിറം കാക്കിയല്ല, കടും ചുവപ്പ. അത് ഇനിയും ചോക്കോടൂ. തന്റെയും തന്നെ മറ്റവന്മാരുടെയും ചോരയുടെ നിറം കൊണ്ട് താൻ കൂടുതൽ മൂപ്പിക്കുന്നു വേണ്ടുക. പെറ്റ തള്ളയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പോലും താൻ കാണിച്ച നാടകമൊക്കെ ഈ നാട്ടിലെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ലാണ്ട് താൻ കരുതണ്ട. താൻ തല്ലിച്ചരച്ച ശരീരവും ചവിട്ടി തേച്ച മനസ്സുമായി ആർമി ഇപ്പോഴും ആശുപത്രിയിലാടോ? ഇടക്കെട്ടടോ, അവരിത് സ്റ്റേറ്റ് പോലീസ് ചിരക്കണ്ട. വടിയെ കുത്തി നടക്കാറാകുമ്പോ പല രേഖാ കോർപ്പറേഷന്റെയോ അണ്ടിക്കനോട് MD ആക്കാം. അല്ലെങ്കിൽ താനിപ്പോ ചെയ്യുന്ന പോലെ പോലീസിലെ ഊത്തുകാരനാക്കാം. പോരെ? പോരാ. പലതരത്തിൽ ഊതാൻ താൻ തയ്യാറുള്ളപ്പോ ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള വേക്കൻസി ഇല്ലുവാ. ഒന്നോർത്തു, എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇനി ഞാൻ ചെലവഴിക്കാൻ പോകുന്നത് ആദ്യയുടെ ആയുസ് കൂട്ടാനായിരിക്കും. തിരിച്ചു കൊണ്ടുവരും ഞാൻ അവനെ, തന്റെയൊക്കെ തലയ്ക്ക് മീതെ കൂടെ. എന്തിനാണെന്നോ? നിന്റെയും നിന്റെ രാജാക്കന്മാരുടെയും തല കൊയ്യാൻ. കൗണ്ട് ഡൗൺ ഓൺ ദാറ്റ്. കേരളം തനിക്ക് വേണ്ടി കാത്തിരിക്കും. ഒപ്പം തനിക്ക് പകരം വീട്ടേണ്ടത് വിധി ഒരുക്കി തന്ന ഒരു അവസരമാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ദിനേശ് സിംഗ് സാർ നമുക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്താ അതിന്റെ തീരുമാനം? എനിക്ക് പോണം സാർ. അന്ന് എന്നെ ഒന്നും അല്ലാതാക്കി ജീവച്ഛവമാക്കി വലിച്ചെറിഞ്ഞപ്പോ വിലപ്പെട്ടതെല്ലാം ഇട്ടെറിഞ്ഞ് എനിക്ക് താങ്ങായി തണലായി എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നവളാണ് എന്റെ ഇന്ദിര. ഇന്ന് ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എനിക്ക് ശക്തിയായി, ആവേശമായി ഇവളും എന്നോടൊപ്പം ഉണ്ടാവണം. നിന്നോടും എന്നെ ഞാനാക്കി മാറ്റിയ ഈ മൂർത്തി സാറിനോടുള്ള കടപ്പാട് കൂടിയായിരിക്കും എന്റെ ഈ തിരിച്ചുപോക്ക്. ഹലോ, വെറ്റിനറി ഡോക്ടർ രാജഗോപാലിന്റെ വീടല്ലേ? ഞാൻ എസ് ഐ അബൂട്ടിയ. ഡോക്ടർ ഒന്ന് മരുന്ന് കൊടുത്തു, പക്ഷെ അതിലെ വെള്ളം പോലെ പൊക്കോണ്ടിരിക്കുകയാണ്. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടറിക്ക് വരണം. ക്ലിന്റൺ ഇവിടെ ഒന്നും കഴിക്കുന്നില്ല. ഡോക്ടർ ഒന്ന് മരുന്നാ കൊടുത്തത്. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. വെള്ളം പോലെ കുടിക്കുന്നില്ല ഡോക്ടർ. എന്നാ ശരി ഡോക്ടർ. അല്ല, ഇതാര്? അബൂട്ടി, SP വിളിച്ചു പറഞ്ഞറിഞ്ഞോ? അറിഞ്ഞില്ല. പട്ടിക്ക് മീശ വരുത്ത അമ്പട്ടൻ എന്താ കാര്യം? അമ്പട്ടനല്ല, അബൂട്ടിക്ക് കാര്യമുണ്ട്. സേവർ സാറെ കാര്യം പറ. SP-ക്ക് ഫാക്സിൽ ഓർഡർ വന്നു. എന്നെയും നിന്നെയും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. സത്യമാണ് സേവർ സാറേ? സത്യം. നിന്റെ ഈ കുതിരകളാണ് സത്യം. അബൂട്ടിയല്ലേ പറഞ്ഞത് നമ്മളെ ഒന്ന് ആടി സാറിന് ഓർമ്മയാണല്ലോ. അപ്പം വെട്ടാൻ അറിയാവുന്നതിന്റെ കൊടുവാള് കിട്ടിയല്ലേ? അതെ അബൂട്ടി, ഇനി തലവെട്ടി തുള്ളലായിരിക്കും. വേറൊരു ഓർഡിനൻസ് കേട്ടോ. എന്താ? ഇന്ദിരാ മാഡത്തിനെ വീണ്ടും തിരുവനന്തപുരം കളക്ടറാക്കി. അപ്പൊ കൊടുവാളിന്റെ കൂടെ വടിവാളും കൂടെ ആയോ? ലാൽ സലാം സഖാ. ഒരു നിമിഷം, മുറിവേറ്റ് വേണം നമ്മുടെ പടനായകൻ. ഇതാ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരികെ വന്നിരിക്കുന്നു. ഇനി തുടങ്ങാൻ നമുക്ക് പടയോട്ടം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, അതി നയനാർ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. അച്ഛൻ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഭർത്താവിന്റെ കയ്യും പിടിച്ച് തിരിച്ചു കയറണം എന്നുള്ള ഇന്ദിരയുടെ വാശി നടന്നു. ഇതൊരു തുടക്കം മാത്രം. ഈശ്വരന്മാർ മാത്രമുള്ള ഇന്ദിരയുടെ മനസ്സിന്റെയും ഈശ്വരന്മാരില്ലാത്ത ഈ ഞങ്ങളുടെ മനസ്സിന്റെയും ലക്ഷ്യം ഒന്നാണ്. ഇന്ദുവിന്റെ ഇഷ്ട ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അകത്ത് കയറിക്കോളൂ.
അയ്യോ, വലതുകാലം വെച്ച് കയറണമായിരുന്നു. തല്ലി ഒടിച്ച വലതിന്റെ ഐശ്വര്യം കൂടി ഇപ്പൊ ഇടതിനാടും. കീഴടക്കി മുന്നേറാൻ ഈ ഇടത് തന്നെ ധാരാളം. അതെ, സ്വന്തം എന്ന വാക്ക് പോലും നഷ്ടപ്പെട്ടവളാണ് ഞാൻ. അതിലും വലിയൊരു ദുഃഖം കൂടി എനിക്കിനി വരുത്തരുത്. ഒന്നും വേണ്ട, കഴിഞ്ഞതെല്ലാം ഞാനൊന്ന് മറന്നിരുന്നെങ്കിൽ അല്ലേ? ഇല്ല ഇന്ദിരെ, നീ വിളിക്കുന്ന ഒരു ഈശ്വരനും കഴിയില്ല അവന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ. ആർഡിയുടെ മനസ്സിലെ തീ കെടുത്തരുത്. ആ തീയുടെ ചൂടാണ് ആർഡിയുടെ ശക്തി. അതില്ലെങ്കിൽ പിന്നെ ആർഡി ഇല്ല. ആ ആദേശം കേൾക്കുന്നില്ല. വെൽക്കം ടു ദിസ് ഗ്രേവ്യാർഡ് മിസ്റ്റർ ഡി ജി. അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ കണ്ടതാ ഞാൻ ഈ തിരുമുഖം. പിന്നെ ഈ ദർശനത്തിന് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു. ഒരുപാട് താമസിച്ചുപോയി എന്നറിയാം. രണ്ടാം വരവ് സാറിന്റെ തലയ്ക്ക് മുകളിലൂടെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങയുടെ തലയിൽ കാൽ വെച്ച് അനുഗ്രഹിക്കണമെങ്കിൽ ഞാൻ അത്രയും ഉയരത്തിലെത്തണമല്ലോ. സഖാവ് കൃഷ്ണമൂർത്തി, ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആൻഡ് പേഴ്സണൽ അഡ്വൈസർ. ഐ മീൻ ചാണക്യൻ. വല്ലാതെ വേർത്ത് പോയില്ല പിള്ളേച്ച. ആ BP ഷുഗറും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത്. ഇനി അങ്ങോട്ട് ഒരുപാട് വേർക്കാനുള്ളതാ. ഉള്ളതല്ല, ചോര. സാർ ഇരിക്കണം. നോ താങ്ക്സ്. സാറിന് കുടിക്കാൻ തണുത്ത എന്തെങ്കിലും? DGPക്ക് തൊണ്ടയൊക്കെ വരണ്ടു തുടങ്ങി അല്ലേ? ആർഡി, സോറി സാർ. വേണ്ട, തിരുത്തണ്ട സാർ. പണ്ട് രഹസ്യമായും പരസ്യമായും എന്നെ വിളിച്ചിട്ടുള്ള തെറികളൊക്കെ തന്നെ വിളിച്ചാൽ മതി. 1-2 വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസിലെ കനകസിംഹാസനങ്ങൾക്ക് താഴെ സാറെന്ന് വിളിച്ച് സല്യൂട്ട് ചെയ്തു നിന്നിരുന്ന ഒരു ഒബീഡിയന്റ് ഓഫീസറെ സാറിനറിയും. അവന്റെ സമയമൊന്ന് ഇരട്ടി വെളുത്തപ്പോ അവനെ തന്നെ സാറെന്ന് വിളിച്ച് പൂമാലയിട്ട് സ്വീകരിച്ചിരുത്തേണ്ട ഗതികേട് വരിക. അതും കേരള രാഷ്ട്രീയത്തിലെ ശക്തൻ തമ്പുരാക്കന്മാർ മാത്രം ഇരുന്നിട്ടുള്ള ഒരു കസേര. ഞാനാണെങ്കിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. വല്ല ഗതിയും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കാലം കഴിയുന്നതുവരെ പോടാ പുല്ലേന്ന് പറഞ്ഞ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിൽക്കും. അല്ലെങ്കിൽ രാജി എന്ന 2 അക്ഷരം നീട്ടിയെഴുതി അവന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. അവന്റെ രണ്ടാം വരവിന്റെ വെടിക്കെട്ട് അവസാനിപ്പിച്ചിരിക്കും. ഇല്ല പിള്ളേ, നിങ്ങളത് ചെയ്യില്ല. ഞാനത് സമ്മതിക്കില്ല. ഐ വോണ്ട് യു ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. എന്തോന്നാടോ ഈ പെട്ടിക്കകത്ത്? വല്ല ക്ഷൗരക്കത്തിയോ സാങ്കല്ലോ വല്ലോ ആണോ? അല്ല സാർ, സാർ ആവശ്യപ്പെട്ട പോലെ രമേഷ് മയാപ്പിള്ള കേസ് ഡയറിയും വീഡിയോ ടേപ്പും ഇതിനകത്തുണ്ട് സാർ. മഗസ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. മായാപ്പിള്ള ആത്മഹത്യ പ്രവണതയുള്ള സ്ത്രീയായിരുന്നു. അത് തെളിയിക്കുന്ന ഡോക്ടർ ശാന്തകുമാരിയുടെ സർട്ടിഫിക്കറ്റും ഇതിനകത്തുണ്ട് സാർ. ആഹ്, ശാന്തകുമാരി ഗൈനക്കോളജിസ്റ്റ് അല്ലേ? അതെ. തന്റെ വീക്ക്നെസ്? അതെ. എടോ, ഈ കണ്ണി കണ്ട വയറ്റാറ്റുകളുടെ അല്ലാതെ ഏതെങ്കിലും തലയ്ക്ക് സ്ഥിരതയുള്ള സൈക്കാട്രിസ്റ്റിന്റെ ലെറ്റർ ഹെഡിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൻ തന്നെ കൊണ്ട് പറ്റിയില്ല. ഈ ചെത്ത് പിള്ളേർ കരുത്തേക്കെടുത്തുന്ന പുലിസലയല്ല സാറിന് തോളത്തിരിക്കുന്നത്. അശോക സംഭവ അതിനൊരു വിലയുണ്ട്. അത് അണിയുന്നവന്റെ വില. അത് സാറിനില്ല. തണുത്തതെന്തെങ്കിലും ഒന്ന് പോണം. സേവിയർ, തിയേറ്റർ റെഡിയല്ലേ? സർ. സംഭവ ദിവസം രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ മായാപ്പിള്ളയുടെ വീട്ടിൽ കയറി ചെന്നത്? ഏകദേശം ഒരു 12 മണിക്ക്. അല്ല, CM-നെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. CM അല്ല, ഈ കേസ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിലെ സേവിയറും ടീമുമാണ്. ചോദിക്കുന്ന ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ചോദ്യം പറഞ്ഞു തരുന്നത് പോലീസ് മന്ത്രി തന്നെ. രാത്രി 12 മണിക്ക് സാർ ആ വീട്ടിൽ ചെന്നിരുന്നുവെന്ന് സാർ തന്നെ ഇപ്പൊ പറഞ്ഞു. അതേ രാത്രി 1:30 മരണം നടന്നിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്.
ഇപ്പൊ തന്നെ സാറിനെ കസ്റ്റഡിയിലെടുക്കാൻ ഈ മൊഴി ധാരാളം. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിയെന്നാ ഞാൻ പറഞ്ഞത്. CM വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുക. സാറ് രാത്രി തന്നെ ആ വീട്ടിൽ പോയിരുന്നു എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ സാറിന്റെ ഈ തെളിവുകളില്ലല്ലോ. പിന്നെ പിറ്റേന്ന് മായാപിള്ളയുടെ വീട്ടിൽ വെച്ച് ഞാൻ സാറിനെ കാണുമ്പോ ഉച്ചയ്ക്ക് 12 മണിയായിരുന്നില്ല, രാവിലെ 8:30 മണിയാണ്, അല്ലേ? ഏഴ് 10 മായാപിള്ളയ്ക്ക് മാത്രമേ ജീവനില്ലാതെ പോയിട്ടുള്ളൂ. ഓടുന്ന അവരുടെ ടൈം പീസിൽ സമയം 7:10. അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 12 മണിയല്ല, 7:10 സാർ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ഇതുപോലെ. അതിനും മുമ്പ് രാത്രി 12 മണിക്കും സാർ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാൻ തെളിയിക്കും. അവൻ അവന്റെ ഉണ്ണിപ്പൂ കാണിച്ചപ്പോ താനങ്ങ് വരണ്ടു പോയി അല്ലയോ? ആദ്യ റൗണ്ടിൽ തന്നെ അവന്റെ അപ്പീൻ തിന്നേച്ച് വന്നു നിൽക്കുന്നത് മക്കുണൻ. പണ്ട് രാജനിലയത്തിൽ കിടന്ന് വാത്സ്യായനം കളിച്ചത് XMPക്ക് ഓർമ്മയുണ്ടോ? അന്ന് വിരുത്തന്മാർ രണ്ടിനെയും കൂടി കയ്യോടെ പൊക്കിയപ്പോൾ അവിടുന്ന് ഊരിക്കൊണ്ട് പോരാനും ഗീതോപദേശം കൊടുത്തവളെ രായ്ക്ക് രാമാനം തീവണ്ടി കയറ്റി അയക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആരുടെ ഉണ്ണിപ്പ് കണ്ടിട്ടാണ് ഇദ്ദേഹം മുറിയുടെ മൂലയ്ക്ക് അപ്പിയിട്ടതും പിന്നെ പെടുത്തതും? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? മുണ്ടാനൊന്നുമില്ല, മുണ്ട് മുറുക്കി കളിക്കാനാ പോണേ. എന്ത് കളിയാ? ഹോലി കളിയാ? നിങ്ങളൊന്ന് കാര്യം പറയണ്ട മുസ്ലിയാരെ. അതിന് ഞമ്മളൊരു വഴി കണ്ടിട്ടുണ്ട്. കേരളം കത്തണം. വടക്ക് നിന്ന് തെക്ക് വരെ ഞമ്മളെ വക ഒരു പദയാത്ര. ഏത് കാസർഗോഡ് നിന്ന് പാറശാല വരെ നമ്മൾ നടന്നു തീരുമ്പോ ഓന്റെ കമ്മ്യൂണിസ്റ്റ് കസേര ഒടിയും. മനസമാധാനായിട്ട് മുഖ്യമന്ത്രി കസേരമേൽ ഇരുന്ന് നാട് ഭരിക്കൂല. വളവളാന്ന് വായിട്ടടിക്കാതെ കാര്യങ്ങൾ എങ്ങനെ നടത്തുമെന്ന് പറ. ഇജ്ജ് കേക്കുമോനെ, മൗലവിയുടെ തിരോധാനം, തിരൂരങ്ങാടി ഗഫൂറിന്റെ പുതിയ ഖുർആൻ വ്യാഖ്യാനം, പിന്നെ കാലടിയില് സ്വാമിമാർക്ക് സംസ്കൃതത്തിന് സർവകലാശാലയൊക്കെ ആവാമെങ്കിൽ ഗുരുവായൂരിലോ ശബരിമലയിലോ ഞമ്മക്കും വേണം ഒരു അറബി കലാശാല. ഏത് മലബാറിൽ തുടങ്ങാൻ ആദ്യം വെടി. ആ ഞങ്ങൾ തന്നെ നയിക്കണോ ആ പദയാത്ര? തൃശ്ശൂരും കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ പദയാത്രയ്ക്കെതിരെ നാടൻ ബോംബ് എറിയാൻ നമുക്ക് ആളെ ഏർപ്പാടാക്കാം. എന്താ മുസ്ലിയാരെ? യാതൊരു മുമ്പിൽ ഞമ്മളെ നിൽക്കണത്. ഞമ്മളെ തിരിച്ചറിയാവുന്നവർ വേണേ അറിയാനാക്കാൻ. ആ നിസ്കാരത്തരമ്പിന്റെ കീഴില് ഒരു ചന്ദനപ്പൊട്ടും കുങ്കുമം തൊട്ടാ തങ്ങളെ തങ്കപ്പനാവും, മൂസ മുരുകനാവും, മുസ്തഫ മുകുന്ദനാവും. മതി മോനെ, എന്റെ അച്ഛനെയും വെട്ടും. ഗുരുവായൂരപ്പൻ കരിഞ്ഞു കൊടുത്ത പ്രസാദമല്ലേ? നമസ്കാരം സാർ. വലിയ തമ്പുരാൻ തമ്പുരാൻ മുകളിലുണ്ട്, വന്നാട്ടെ. ചീഫ് മിനിസ്റ്റർ RD നായനാർ സാർ. ഇരിക്കാം. നമ്മെ ഓർമ്മിച്ചതിലും ഇവിടം വരെ വന്നതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. തൃപ്തിയായി കേട്ടോ. വരണമെന്നും അവിടുത്തെ ഒന്ന് കാണണമെന്നും ആഗ്രഹം തോന്നി. നാം ഒരു കൂട്ടം പറഞ്ഞാൽ നീരസം തോന്നരുത്. എന്താണാവോ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മെപ്പോലുള്ളവരോട് പുച്ഛവും അനിഷ്ടവുമായിരിക്കുമെന്നാണ് നാം കരുതിയത്. തന്നെപ്പറ്റി ഒരുപാട് കേട്ടിരിക്കണു. ഇവിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോഴുള്ള കഥകൾ ഒരുപാട് സഹിച്ചു അല്ലേ? തന്റെ കണ്ണുകൾ നാം ശ്രദ്ധിച്ചു. അതിൽ കനലുണ്ട്, തീക്കനൽ. അത് കെടാതെ ആരും കെടുത്താതെ സൂക്ഷിക്കണം. തകർത്തവൻ ആരായാലും അവൻ തകരുന്നതുവരെ പകരം വിട്ടണം. മനസ്സ് മതിയെന്ന് പറയുന്നവരെ ശിക്ഷിക്കണം. പിന്നെ പണ്ട് നാട് ഭരിച്ചിരുന്ന ഈ പഴയ മഹാരാജാവിനെ ഇപ്പൊ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ: നമ്മുടെ നാടിനെയും പ്രജകളെയും കഷ്ടപ്പെടുത്തരുത്. കഷ്ടപ്പെടുത്തുന്നവന് കഠിനമായ ശിക്ഷ കൊടുക്കണം. ശിക്ഷിക്കാൻ തമ്പുരാൻ. മരം മുറിക്കുന്നതിന് മുമ്പ് മരത്തിനോട് തന്നെ അനുവാദം വാങ്ങുന്ന പോലെ അങ്ങയോട് അനുവാദം ചോദിക്കുകയാണ്.
തെറ്റ് ചെയ്ത പ്രജാപതികളെ ശിക്ഷിക്കുമ്പോൾ ഈ മനസ്സ് വേദനിക്കരുത്. വേദനിച്ചാലും അങ്ങനെ ശപിക്കരുത്. ശാപിക്കുകയോ? വിജയം നേരുന്നു. ഞാനങ്ങോട്ട് പോയി വരൂ. മന്ത്രി രാജാവിനെ തേടി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. മിടുക്കൻ. സമ്പ്രദായങ്ങളൊന്നും താൻ തെറ്റിച്ചില്ല. ഗുഡ്. ക്ഷണിക്കാതെ വരുന്ന അതിഥിക്ക് ആതിഥേയന്റെ മനസ്സ് പോലെയാണ് ആതിഥ്യം. ബോധത്തോടെ അല്ലെങ്കിലും നീ പറഞ്ഞത് സത്യമാണ്. നിന്റെ മനസ്സ് പോലെ തന്നെ ചീഞ്ഞതാണ് നീ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഈ പാലസിന്റെ പവിത്രത നിനക്കറിയില്ല. വില നിനക്കറിയില്ല. അറിയാം. രാജാക്കന്മാരുടെ രാജാവ്, സകല പ്രതാപങ്ങളുമുള്ള ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ വാഴുന്ന കൊട്ടാരം. ആ കൊട്ടാരം വാഴുന്ന തമ്പുരാന്റെ മേനി ദിവ്യമാണ്. ആ പൂമേനിയിൽ പൂഴി മണൽ പോലും വീഴാതെ സൂക്ഷിക്കാൻ ചുറ്റും കൊട്ടാര പട്ടാളക്കാർ. നിർദ്ദേശങ്ങൾ ഉത്തരവുകളാണ്. പാലിക്കാൻ രാഷ്ട്രീയ ബാല്യക്കാരും. സഞ്ചാരങ്ങൾ ഘോഷയാത്രകളാക്കി, ഭക്ഷണം അമൃതാക്കി ഭക്ഷിക്കുന്ന മനുഷ്യരിൽ പരമദിവ്യൻ. മണ്ണിൽ ദൈവത്തിന്റെ പ്രതിപുരുഷൻ. നിന്റെ ഓരോ പര്യായങ്ങളും നിന്നേക്കാൾ കൂടുതൽ അറിയുന്നത് എനിക്കാണടാ. അറിവിന്റെ കെട്ടഴിച്ച് കാണിക്കാനാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കൊടിച്ചിപ്പട്ടിക്ക് നെറ്റിപ്പട്ടം കെട്ടാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഞാൻ വന്നത് നീ ഒടിച്ചു കളഞ്ഞ ഈ കാലൊന്ന് നിന്നെ കാണിക്കാന്. പിന്നെ ഈ കാർഡ് ഡൽഹിയിലെ ബോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഗർവാളിന്റെ. നാളെ നിനക്കിത് ആവശ്യം വരും. പഴയ IPS കാരനല്ല ഇത് പറയുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി രാമദേവൻ നായനാർ. സംസ്ഥാന മുഖ്യമന്ത്രി. ഒരുപാട് മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും ഇന്നും മന്ത്രിവർഗം വിഡ്ഢികളാ, തന്നെ പോലെ. തൂണുനൂലിട്ട് പാളത്താറ് കൊടുത്ത് നിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നിരുന്ന പഴയ കൊട്ടാര മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവാം. ജനാധിപത്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിലേറി പിറ്റേന്ന് നിന്റെ ദർബാറിൽ വന്ന് നിനക്ക് പാദസേവ ചെയ്തിരുന്ന ഖദറുടുപ്പിട്ട പുതിയ മന്ത്രിമാരെയും നീ കണ്ടിട്ടുണ്ടാവാം. അധ്വാനിക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും തിളയ്ക്കുന്ന രക്തം ചിന്തയിലും കൊടിയിലും ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പോരാടുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവില്ല, അടുത്തറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ചൂടും അടിയുടെ വേദനയും നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. എനിക്ക് നീ തന്നതിന്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് തിരിച്ചു തരും, പലിശ അടക്കം. കഴിയുമെങ്കിൽ നിനക്കെന്നെ നേരിടാം വിത്ത് യുവർ ഫുൾ ആർമി. കാണാം. ബോംബെ പോലീസിന്റെ ഫാക്സ് മെസ്സേജ്. പാർട്ടിയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് അവർ നേരത്തെ റെഫർ ചെയ്തിരുന്നു. ബോംബെയിൽ നിന്ന് ഒരു വാടക കൊലയാളി കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു. മഹാരാഷ്ട്ര പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് പ്രൊഫഷണൽ കില്ലർ, സ്പെഷ്യലൈസ്ഡ് ഇൻ പൊളിറ്റിക്കൽ അസാസിനേഷൻ, എ ഷാർപ്പ് ഷൂട്ടർ. എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം. ആർഡിക്ക് ചുറ്റും മഫ്റ്റിയിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി വിംഗ് ഉണ്ടായിരിക്കണം. അതിന്റെ ഇൻചാർജ് സേവിയർ ആയിരിക്കും. ആർഡിയുടെ ഔട്ട് സ്റ്റേഷൻ പ്രോഗ്രാമും ടൂറും ഈവൻ പേഴ്സണൽ ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നതും ഡെസ്റ്റിനേഷനിലെ സെക്യൂരിറ്റി ചാർജും അബുട്ടിക്കറി. ശരി സാർ. CMന്റെ എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് നേരത്തെ കിട്ടണം സാർ. മരണത്തിൽ നിന്ന് ഞാൻ ആർഡിയെ തിരിച്ചു കൊണ്ടുവന്നത് മറ്റൊരു ദുരന്തത്തിലേക്കാവരുത്. കൊടുത്തു തീർക്കാനും ഒടുക്കി ഒതുക്കാനും ഒരുപാടുണ്ട്. അടിച്ചുടച്ച കാലിന്റെ ശക്തിയും വീര്യവും ആർഡിയുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവനെ തിരിച്ചു കൊണ്ടുവന്നത് അതിനാണ്. I don't want him to come back. ഓനെ നുറുക്കി 1,16,16 കഷണങ്ങളാക്കി കത്തിച്ച് ചാമ്പലാക്കി അടയ്ക്കാത്തോട്ടത്തിൽ ഇട്ടാലേ ഞമ്മക്ക് സമാധാനം കിട്ടൂ. അത് തന്നെയാ പറഞ്ഞേ. അമുക്കേ കബൂലാക്കേ. ഈ നായിന്റെ മോനെ കൊണ്ട് ഇതുവല്ലതും നടക്കുവോ? നാളെ ഭൂമിയിൽ അവന്റെ അവസാനത്തെ ദിവസമായിരിക്കണം. Tomorrow must be his last day and today's supper must be his last supper. Don't worry. There is no bullet in this.
That one bullet is only for him. He will die. There's no comeback as far as I'm concerned. Is it okay for you? Your Highness Pratap Verma? Very much enough. വരണം സഖാവേ. അതെ, ഒരു 10:30. ഇതാ എന്താ ഇത്? പ്രസാദം. ഇത്രയും കാലമായിട്ട് ഇന്നലേക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? ഇന്നെങ്കിലും ഇന്നെന്താ പ്രത്യേകത? സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ദിവസം, അത്രയല്ലേ ഉള്ളൂ. ഇന്നലെ ഞാൻ പഠിച്ച പ്രത്യയശാസ്ത്രങ്ങളിൽ ഇന്നലെ വിശ്വസിക്കുന്ന ദൈവങ്ങളില്ല, അവരുടെ അത്ഭുതങ്ങളുമില്ല. മനുഷ്യ പ്രയത്നവും മനസ്സിന്റെ നന്മയും മാത്രമേ ഉള്ളൂ. ആർഡിക്ക് വേണ്ടി ഇന്നലെ പ്രാർത്ഥിച്ചാൽ മതി. ആര് പ്രാർത്ഥിച്ചാലെന്താ? ഐശ്വര്യം നിങ്ങൾ രണ്ടുപേർക്കും അല്ലേ? ആരി ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി. ഇത് പിന്നെ സ്ഥാനാർത്ഥി ഒരു ചീഫ് മിനിസ്റ്റർ കൂടി ആവുമ്പോൾ വോട്ടർമാരെ അധികാര ബലത്തിൽ സ്വാധീനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇലക്ഷൻ ക്യാമ്പയിന്റെ ഡെയിലി റിപ്പോർട്ട് വേണം. വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റും തരണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വാരിക്കോരി ചെലവാക്കാൻ ഖജനാവിൽ പണമൊന്നുമില്ല സാർ. ഇദ്ദേഹം കൊട്ടാരത്തിലല്ല ജനിച്ചത്, കുടില്ല. കല്യാണം കഴിച്ചതുപോലും 5 പൈസ സീനം വാങ്ങിക്കാതെ. ആ പരമനാറി അമ്മായി അച്ഛൻ 5 പൈസ അവന് സീനം തന്നു. ഭാര്യയുടെ ശമ്പളം കൊണ്ടാണ് വീട്ടുചെലവ് നടക്കുന്നത് പോലും. അല്ല സാർ, നമുക്ക് ഇറങ്ങാം. എന്ത് ആദ്യം തനിക്ക് അഭിമാനിക്കാം രാജാവിനെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നതിന്. എന്നെ എതിരാളിയായി കിട്ടാനും വേണം ഒരു ഭാഗ്യം. യെസ്, ഐ ആം ദ ലക്കിയസ്റ്റ്. തന്നെ പോലെ ഒരു 4th റേറ്റ് എതിരാളിയെ കിട്ടിയതിലല്ല, തന്നെ ഒരിക്കൽ കൂടി ചവിട്ടി അരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ. അംഗത്തിൽ ഇപ്പൊ വേണ്ട ഒരു പ്രത്യേക ശാസ്ത്രത്തിനും ഒരു ജനകോടിക്കും നിന്റെ മന്ത്രിക്കസര നിലനിർത്താൻ കഴിയില്ല. മന്ത്രിക്കസരയിൽ ഇരിക്കുന്നതിലും സുഖം എനിക്ക് നിന്റെ പട്ടടയിൽ ഇരിക്കുന്നതാണ്. I'm all right. I'm all right. അതിസാഹസികമായി സാറിന്റെ ജീവൻ രക്ഷിച്ചു. അതെന്റെ കടമയാണ് സാർ. ഗുഡ്. പോലീസിൽ തൽക്കാലം നിങ്ങൾക്ക് മുകളിൽ ഒരു കസേര ഇല്ലാത്തതുകൊണ്ട് പ്രൊമോഷൻ തരാൻ നിവൃത്തിയില്ല കേട്ടോ.
ഒരു ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടും ഡി ജി പിക്ക്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലോ റിപ്പബ്ലിക് ഡേയിലോ ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണ മെഡൽ, നാഷണൽ ടിവിയിൽ ബയോഡേറ്റയും ബയോഗ്രഫിയും അടക്കം ഒരു ഇന്റർവ്യൂ. എന്താ പോരെ സാർ? താങ്ക് യു സർ, ഐ ആം വെരി ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്. പക്ഷേ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് താൻ രക്ഷിച്ചത് മുഖ്യമന്ത്രിയല്ല, തന്റെയും തന്റെ അന്നദാതാക്കളുടെയും ആയുസാണ്. സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് തന്നെ കുറിച്ച് ഒരു ധാരണയുള്ളൂ. തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന തന്നെ കുറിച്ച് എനിക്ക് അങ്ങനെ ധരിക്കാൻ പറ്റും. പക്ഷെ ഒന്നോർത്തോ, തന്നെ ശിക്ഷിക്കാൻ സമയമായിട്ടില്ല. എല്ലാ തെറ്റുകൾക്കും കൂടി ഒരൊറ്റ ശിക്ഷ. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വക ഡി ജി പിക്ക് ഒരു റേപ്പ്, കേരള പോലീസിന്റെ വക ഒരു ഡെത്ത് മാർച്ച്. ബി റെഡി ഫോർ ദാറ്റ്. ഒന്നും രണ്ടും രൂപയല്ല നമുക്ക് പോയത്, 5 ലക്ഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ഒലക്ക കഷ്ടപ്പെട്ട് കട്ടുണ്ടാക്കിയ കാശെന്ന് പറയടൂ. ഇപ്പൊ രൂപയല്ലേ പോയുള്ളൂ. തന്റെ ആ ബോംബെക്കാരനെ ആ തന്തയിലെ കഴിവുറാമോൻ സർക്കിളിൽ ജീവനോടെ പിടിച്ചിരുന്നെങ്കിൽ എല്ലാം അവന്റെ രൂപം തന്നെ മാറിപ്പോയേനെ. എണ്ണിക്കൊണ്ട് 30 ദിവസം, അതിനുള്ളിൽ അവന്റെ പടയൊരുക്കം അവസാനിപ്പിക്കും ഞാൻ. ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരില്ല. അതിനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ശത്രുവിന്റെ ആയുസ് ഈശ്വരൻ നീട്ടിക്കൊടുക്കുന്നത് എതിരാൾക്ക് അരിഞ്ഞു വീഴ്ത്താനാണ്. ബുദ്ധി കൊണ്ട് അവൻ വെട്ടുമ്പോ ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ തടുക്കണം. എന്നിട്ട് കായബലം കൊണ്ട് വെട്ടണം. ശത്രു സംഹാരമാണ് ക്ഷത്രിയ ധർമ്മം, രാജനീതി. നാളെയാണ് എന്നെ വിസ്തരിക്കുന്നത്. നമ്മളാണ് ഓനെ കൊല്ലാൻ ആളെ വിട്ടതെന്നൊക്കെ ഓനെ അറിയാം. മൂസയ്ക്ക് എന്ന് സംഭവിച്ചാലും രക്ഷിക്കാൻ ഞാനുണ്ട്. ഒന്ന് നിർത്തിക്കും. ഇനി നമുക്ക് ബോർഡ് മെമ്പർ ഒന്ന് സുന്ദരനാക്കാം അല്ലേ? ഗുഡ് ബോയ്. മൂസാഖാനെ കാണാൻ ഇപ്പൊ പുതിയാപ്പിള മാരിയുണ്ട്. ക്യാബിനറ്റിന്റെ മുമ്പിൽ എങ്ങാനും ചെന്ന് ജാട കാണിച്ചാണ്ടല്ലോ ചെവിരി ചേർത്ത് ഷേപ്പ് പറ്റും. അറിയാലോ, നമ്മൾ രണ്ടാളും മേത്തന്മാരാ. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. എടോ മൂസ, താനും തന്റെ അവന്മാരൂടെ ചേർന്ന് തല്ലി ഒടിച്ച കാല് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കാര്യങ്ങളൊക്കെ തന്റെയും പൊന്നുതമ്പുരാന്റെയും കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും. അല്ല, ഇനിയും കഴിഞ്ഞില്ലേ മൂസറ വിചാരണ? ഇല്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തെല്ലാം കിട്ടിയുടെ വായിന്ന്? കിട്ടേണ്ടതൊക്കെ അവന്റെ വായിന്ന് ആദ്യത്തെ ഇടിക്ക് തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ അണ്ണാക്കൊണ്ട് കക്കിക്കൊണ്ടിരിക്കുക. എന്തുവാ, പണ്ട് പിടിച്ച ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാലടക്കം ഇങ്ങ് പവറോണിന്റെ ജീവചരിത്രം വരെ. സൂക്ഷിച്ചോ, കഴുത്തി കുരുക്കാൻ കയറുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണല്ല, ചങ്ങാതി മൂസ കഴിഞ്ഞ സർക്കാരിന്റെ നോമിനി എന്ന നിലയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ മെമ്പറായിരുന്ന കാലത്ത് നിങ്ങൾ നടത്തിയ അഴിമതികളെല്ലാം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ഈ മന്ത്രിസഭയുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയുന്നതാണ് ഇനി നിങ്ങൾക്ക് നല്ലത്. ആരും രക്ഷിക്കാൻ പറ്റില്ല. മിസ്റ്റർ മൂസ, 281 കോടി രൂപ ചിലവ് വരുന്ന ബോർഡിന്റെ ബ്രഹ്മമണ്ഡലം ഡീസൽ പവർ സ്റ്റേഷന്റെ പണി എവിടെ വരെയായി? ഡീസൽ പവർ സ്റ്റേഷൻ ഇവരൊക്കെ കൂടെ കുഴിച്ചുമൂടി. എന്നാലല്ലേ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കറണ്ട് വാങ്ങുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാൻ പറ്റൂ. സാങ്ഷനായ 7 പവർ പ്രോജക്റ്റുകളിൽ 7ഉം പവർ ഓൺ തമ്പുരാന്റെയാണ്, അല്ലെ? കായംകുളം താമരയിൽ എന്തായി? അതിനുവേണ്ടി ഫ്രാൻസിൽ നിന്ന് 161 കോടി രൂപയുടെ ഡീസൽ എഞ്ചിനുകളും ജനറേറ്ററുകളും കേരളത്തിൽ വന്ന് കിടപ്പുണ്ട്. എവിടെയാണാവോ ഈ ജനറേറ്ററുകൾ സുഖിച്ചു കിടക്കുന്നത്? കൊച്ചി തുറമുഖത്ത് ഒരു വെളിപ്പറമ്പിൽ ഭദ്രമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് സാർ. കാറ്റും മഴയും വെയിലും കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ 161 കോടി രൂപ തുരുമ്പെടുക്കാൻ വെച്ചിരിക്കുന്നു എന്ന് പറയടോ. പ്ലാറ്റ്ഫോം പോയിട്ട് പവർ സ്റ്റേഷന്റെ മതില് പോലും താൻ കെട്ടില്ല. 2.5 വർഷം മുമ്പ് കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്ന ഡീസൽ പവർ സ്റ്റേഷന്റെ അടിത്തറ പോലും ഇയാൾ പണിയിപ്പിച്ചിട്ടില്ല. കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് പവർ ഓൺ കൺസ്ട്രക്ഷൻസിന് 175 കോടിക്ക്. 43 കോടി രൂപ വരെ ഓഫർ വെച്ച മറ്റ് കമ്പനികളുടെ ടെൻഡറുകൾ ഇയാളും ഇയാളുടെ സർക്കാരും ചേർന്ന് ചവറ്റുകുട്ടയിലാക്കി. എസ്റ്റിമേറ്റ് തുകയേക്കാൾ 251% കൂടുതലാണ് പവർ ഓൺ കൂട്ടി ചെയ്ത തുക. എന്തു പറയുന്നു മൂസ സാഹിബ്? ഇപ്പോ ഇവർ നടത്തിയ അഴിമതി മലയുടെ അടിവാരം മാത്രമേ സഖാക്കൾ കണ്ടിട്ടുള്ളൂ. ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 5 ജനറേറ്ററുകളുടെ പേരിൽ എന്ത് കമ്മീഷൻ കിട്ടി മെമ്പർക്ക്? സെൻട്രൽ ബാങ്ക് ഓഫ് ബോംബെ അന്ധേരി ബ്രാഞ്ചിലെ തന്റെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അധികമൊന്നുമില്ല സാർ.
ആ ഫ്രഞ്ചുകാരന്മാർ ഇച്ചിരി ഡോളർ തന്നു. നമ്മളത് സന്തോഷമായിട്ട് വാങ്ങി. എല്ലാം കൂടെ നുള്ളി പറക്കി എണ്ണി നോക്കിയപ്പോ വെറും $3 ലക്ഷം. $3 ലക്ഷം. ഈ $3 ലക്ഷം കടൽ കടന്ന് ഇന്ത്യയിലെത്തുമ്പോ 1 കോടി രൂപയായി മാറും. ഇയാളെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പടിക്ക് പുറത്തിരുത്തണോ അതോ ഇലയിട്ട് അകത്തിരുത്തണോ? വൈദ്യുതി മന്ത്രി എന്ത് പറയുന്നു? പടിക്ക് പുറത്താക്കി പിണ്ടം വെക്കി സഖാവേ. കേരള ജനതയെ ഇരുട്ടിലാക്കിയ തന്റെ വിലയേറിയ സേവനം ബോർഡിന് മതിയായി. സർക്കാർ കറണ്ടിനേക്കാൾ സ്വകാര്യ കറണ്ടിനോടാണല്ലോ തനിക്ക് കൂടുതൽ കമ്പം. ബോർഡും പവറോണും തമ്മിലുള്ള എല്ലാ കരാറുകളും റദ്ദു ചെയ്യണമെന്ന് ഞാൻ ഈ ക്യാബിനറ്റിനോട് അഭ്യർത്ഥിക്കുന്നു. പവർ ഓൺ അനുമതി വാങ്ങിയിട്ടുള്ള എല്ലാ പവർ സ്റ്റേഷനുകളുടെയും അംഗീകാരം ഈ ക്യാബിനറ്റ് അടിയന്തരമായി പുനഃപരിശോധിക്കുന്നതാണ്. തൽക്കാലം പിരിയാം. തോൽപ്പിച്ചു തമ്പുരാൻ. ഹൈനസിംഗിന് ഹോട്ടംബേടാവരുത്. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇട്ടിരിക്കുന്ന ഈ നാറിയ കരത്തുണിയല്ലാതെ വേറൊന്നും നഷ്ടപ്പെടാനുമില്ല. എനിക്ക് നഷ്ടമായത് കോടികളാണ്. അൺകൗണ്ടബിൾ ക്രോഴ്സ്. അത് തിരിച്ചു തരാൻ നിനക്ക് കഴിയോ? രാഷ്ട്രീയത്തിലെ ദ്രോണാചാര്യരായ നിന്റെ അച്ഛൻ കണ്ണന്മാരോട് കഴിയോ? മൂസയുടെ വായിൽ നിന്ന് അവർക്കൊന്നും കിട്ടരുത്. പോലീസുകാർ ഞെക്കി പിഴിയുമ്പോ അയാളെല്ലാം തുറന്നു പറയും. അതിനു മുമ്പ് അയാളെ ജാമ്യത്തിൽ ഇറക്കണം. അത്രയല്ലേ ഉള്ളൂ. താൻ പോവോ? അതിനും ഞാൻ തന്നെ പോണം. നെറ്റിയിൽ ചന്ദന കുറയുമിട്ട് ഗുരുവായൂരിലെ പ്രസാദവും തിന്ന് ഒന്നും അറിയാത്ത കുട്ടിയെ പോലെ എന്നെ കടിച്ചു തൂങ്ങി പണം പെടുന്നാൽ മാത്രമേ നിന്റെ തടി അനങ്ങൂ. അയ്യോ, അങ്ങനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവനെ തോൽപ്പിക്കാൻ വേണ്ടി വന്നാൽ ഇന്നിനെ തന്നെ ഞാൻ ഇല്ലാതാക്കും. ഇതുവരെ നിന്റെ സഹോദരി എന്ന കൺസിഡറേഷൻ ഞാൻ അവൾക്ക് കൊടുത്തിരുന്നു. ഇനി അത് പ്രതീക്ഷിക്കണ്ട. മജിസ്ട്രേറ്റ് കൃഷ്ണനുണ്ണിക്ക് കൊട്ടാരത്തിലെ ഊട്ടുവരെ ഓർമ്മയുണ്ടാവും. വളർന്നു വലുതായി മജിസ്ട്രേറ്റ് ആയാലും വന്ന വഴിയും ഉണ്ടചോറിന്റെ രുചിയും മറക്കില്ല കൃഷ്ണനുണ്ണി. അരയപ്പുകാരന്റെ മകൻ കൃഷ്ണനുണ്ണിയുടെ മനസ്സിൽ നന്ദിയുണ്ട്. കൊട്ടാരത്തോട് സ്നേഹവും കടപ്പാടുമുണ്ട്. നമുക്കറിയാം, നാം തന്നെ ഇങ്ങോട്ട് വന്നത് കൃഷ്ണനുണ്ണിയെ നേരിൽ കാണാനാണ്. ആദരിക്കേണ്ടവരെ ആദരിക്കാൻ നമ്മുടെ കൊട്ടാരത്തിന് പണ്ടേ അറിയാം. പിന്നെ പഴയതെല്ലാം ഓർമ്മിപ്പിച്ച് പ്രതിഫലം പറ്റിയാണെന്ന് കരുതരുത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങേതുവരെ പറഞ്ഞില്ല. നാളെ കൃഷ്ണനുണ്ണിയുടെ മുന്നിൽ പോലീസ് ഹാജരാക്കുന്ന ഒരാൾ കൊട്ടാരത്തിനും നമുക്കും വേണ്ടപ്പെട്ടവനാണ്. ജാമ്യം കൊടുത്തേക്കണം. പിന്നെ ജുഡീഷ്യറിയെ സർക്കാർ റബ്ബർ സ്റ്റാമ്പാക്കാതിരിക്കാൻ ഒന്ന് സൂക്ഷിച്ചാൽ നമ്മുടെ നാടിന് നന്ന്. ആ കൊട്ടാരത്തോടും പ്രതാപവർമ്മ തമ്പുരാനോടും എനിക്ക് ബഹുമാനമുണ്ട്, കടപ്പാടുണ്ട്. അവിടുത്തെ ഊട്ടുപുരയിലെ ഉപ്പിന്റെയും ചോറിന്റെയും നന്ദി എന്നും എന്നിൽ നിന്നും തിരിച്ചു പ്രതീക്ഷിക്കാം. പക്ഷേ ഇത്തരം ഒരു വൃത്തികെട്ട സഹായവും നന്ദിയും കടപ്പാടും അവിടത്തോട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നോ, കോൾ മീ സാർ. കൊട്ടാരത്തിലെ റബ്ബർ സ്റ്റാമ്പ് അല്ല ജുഡീഷ്യറി. കാലം മാറിപ്പോയി മിസ്റ്റർ പ്രതാപവർമ്മ. എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ഇന്നെനിക്ക് നിങ്ങളെ കൽത്തുറുങ്കി അടയ്ക്കാനുള്ള അധികാരമുണ്ട്. മൈൻഡ് ഇറ്റ്. പക്ഷെ ഞാനത് ചെയ്യാത്തത് അങ്ങ് മുമ്പ് പറഞ്ഞ ആ ചോറിന്റെ നന്ദി എന്റെ ഉള്ളിലുള്ളതുകൊണ്ടാ. പ്ലീസ്. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? കൊട്ടാരത്തിലെ അരിവെപ്പുകാരന്റെ മകന്റെ അടുത്തേക്ക് ഇളമുറ തമ്പുരാൻ നാണം കെട്ട് യാചിക്കാൻ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അന്തഃപുരത്തിലിരുന്ന് ആനക്കൊമ്പിൽ തീർത്ത ചതുരംഗപ്പലകയിലെ കരു തട്ടുന്നത് പോലെ നിനക്ക് തട്ടിക്കളിക്കാനും വെട്ടിമാറ്റാനും ഉള്ളതല്ല ഇന്ത്യൻ ജുഡീഷ്യറി. അണ്ടർസ്റ്റാൻഡ്? സകല പ്രതാപങ്ങളും നഷ്ടപ്പെട്ട ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ ഇതുപോലെയുള്ള നിന്റെ ഓരോ നീക്കങ്ങളും തടയാൻ ഞാനുണ്ടാവും. നമ്മൾ തമ്മിൽ ഇതുവരെയുള്ള എല്ലാ ജയങ്ങളും പരാജയങ്ങളും മറന്നുകൊണ്ട് ഒരു കോംപ്രമൈസ്. അതിന് ഞാൻ എന്ത് തരണം? നിന്റെ തല. നിനക്കത് തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് എടുക്കും. നിന്റെ ഈ റോയൽ മാസ്ക് ഞാൻ പിച്ചി ചീന്തും. അതിന്റെ പിന്നിലെ ഈ അളിഞ്ഞ മുഖം ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. Remand the accused K.H. Musa Kuti for judicial custody for 14 days in sub-jail Thiruvananthapuram.
ശേഷം കൊലപാതകമല്ല, ആത്മഹത്യ. മായാപ്പിള്ള ആത്മഹത്യ ചെയ്തതല്ല എന്ന് തെളിയിക്കാൻ തൽക്കാലം നിങ്ങളുടെ തെളിവുകളൊന്നുമില്ല. ഇവിടെ ഈ ബംഗ്ലാവിന്റെ ഒരു ഇഞ്ച് പോലും നമ്മൾ വിടാൻ പാടില്ല. ഒരുപാട് പേർ ചേർന്ന് എല്ലാം തുടച്ചു മാറ്റിയ സ്ഥലമാണ്. എന്നാലും ബാക്കി കിടപ്പുണ്ടാവും ഒരു തരി. അതേ നേരിക്കും ക്രൈംബ്രാഞ്ചിന് ഒരു തുമ്പുണ്ടാകാൻ പോകുന്ന സേവർ. പിന്നെ വന്ന ഒരു കമ്മീഷണർമാരും ഈ വീട്ടിൽ താമസിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഒരു അറിവുകൾ നടന്ന വീടല്ലേ സാർ? സാർ രാത്രിയിൽ പൊട്ടിച്ചിരികൾ കേൾക്കാറുണ്ടെന്നൊക്കെയാണ് നേബേഴ്സ് പറയുന്നത്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രി. പിന്നെ അബൂട്ടിക്കും സേവിയറിനും കാര്യം എളുപ്പം. വെള്ളിയാഴ്ച രാത്രി നേരിട്ടൊന്ന് ചോദിച്ചാൽ പോയി ആരാ കൊന്നു. കൊന്നാരാണ് നമുക്ക് അറിഞ്ഞൂടെ സാർ? എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു എന്നറിയണം. ഐ മീൻ, ഒന്നാം പ്രതിയാര്, രണ്ടാം പ്രതിയാര്, മൂന്നാം പ്രതിയാര്. മിസ്റ്റർ പിള്ള, നിങ്ങൾ അകത്തേക്ക് വരണമെന്നില്ല. സാർ, ഞാൻ വന്നത് ലെനിൻ സെന്ററിൽ വർക്കിച്ചാൻ വിളിച്ചിരുന്നു. CM-ന്റെ ഇലക്ഷൻ പ്രോഗ്രാം 14 തീയതിയാണ് ഞാനങ്ങ് പറയുകയും ചെയ്തില്ലേച്ചോ. ചീഫ് മിനിസ്റ്റർ ഇലക്ഷൻ പ്രോഗ്രാം സ്റ്റേറ്റ് പോലീസിലെ DGP ആണ് തീരുമാനിക്കുന്നത് വരുന്ന മണ്ടന്മാരൊന്നും ഞങ്ങളുടെ ലെനിൻ സെന്ററിൽ ഇല്ല. അതൊക്കെ വർക്കിച്ചാൻ നേരത്തെ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കേസ് തെളിയിക്കാൻ പോയ ഈ പിള്ളേർക്ക് എന്ത് തടഞ്ഞുണെന്ന് അറിയണം. ഉടനെ പാവം പിടിച്ച ലെനിന്റെ പെടലിക്ക് പിടിച്ചൊരുന്നോണം. മാർക്സിനെ മാർക്സിസം പഠിപ്പിക്കല്ലേ. ഇവര് ഭൂതക്കണ്ണാടി വെച്ച് അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ സാർ. പക്ഷേ ഞങ്ങൾക്ക് ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടിയിട്ടുണ്ട്. തുരുമ്പിച്ചൊരു IPS കഷ്ടം. ഇത് ചിലപ്പോൾ സാറിന്റേതാകാം എന്ന് പറഞ്ഞ് ഞാൻ വരട്ടുന്നില്ല. സാറ് ഞങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടാവണം. യെസ് സാർ. അതാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് തന്നെ കരുതിക്കോളൂ. ശരി സാർ. വഴിമാറണം. എന്തായി സേവിയർ? സർ, കാസറ്റിൽ കണ്ട മാൽബ്രോ സിഗരറ്റിന്റെ പാക്കറ്റ് ഈ പ്രോപ്പർട്ടി ലിസ്റ്റിലില്ല. മഹസർ എഴുതുന്നതിന് മുമ്പ് ആരോ അത് മാറ്റിയിരിക്കുന്നു. ഈ IPS മുദ്ര ഒരുപക്ഷെ മായാപ്പിള്ളയുടെ യൂണിഫോമിൽ നിന്ന് തികച്ചും യാദൃശ്ചികമായി മുറിയിൽ വീണുപോയതാവാം. അല്ലെങ്കിൽ മൽപ്പിടുത്തത്തിനിടയിൽ പിള്ളയുടെ യൂണിഫോമിൽ നിന്ന് അടർന്നു വീണതാവാം. ഇത് നമുക്കൊരു ലീഡ് എവിഡൻസ് ആയി എടുത്തൂടെ സർ? രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഈ മായാപ്പിള്ളയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ? ഇല്ല. ആ സ്ഥിതിക്ക് അവരുടെ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ സിഗരറ്റ് പാക്കറ്റിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയണം. അതറിയാൻ എന്തിരിക്കുന്നു? വർഷങ്ങളായിട്ട് DGP പിള്ള വലിക്കുന്ന സിഗരറ്റ് മാൽബറോ ആണെന്നുള്ള കാര്യം ആർക്കാ അറിയാൻ വയ്യാത്തത്? എന്റെ അഭിപ്രായത്തിൽ കമ്മീഷണർ കൊല്ലപ്പെട്ട ദിവസം പിള്ള അവരുടെ ബെഡ്റൂം വരെ കടന്നിട്ടുണ്ടാവണം. ഒരുപക്ഷെ കൊല ചെയ്ത് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഇത് വിട്ടുപോയിട്ടുണ്ടാവും. പിന്നാണ് അയാൾ അതിനെപ്പറ്റി ഓർത്തത്. അതുകൊണ്ടാണ് മഹസറിൽ സിഗരറ്റ് ഉൾപ്പെടാതെ പോയത്. എങ്കിൽ പിന്നെ വീഡിയോ കാസറ്റിൽ സിഗരറ്റ് പാക്കറ്റ് എങ്ങനെ വന്നു? അയ്യോ, ആ കുട്ടി മഹസർ എഴുതുന്നതിന് മുമ്പല്ലേ വീഡിയോ കവറേജ് നടന്നത്. ഡിപ്പാർട്ട്മെന്റിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് പിള്ള ഉച്ചയ്ക്ക് 12:30 മണിക്ക് എഴുതിയ മഹസറിൽ സിഗരറ്റിന്റെ പരാമർശം വിട്ടു. പക്ഷേ രാവിലെ 7:05 നടന്ന വീഡിയോ കവറേജിൽ സിഗരറ്റ് പാക്കറ്റ് പതിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു സിഗരറ്റ് പാക്കറ്റ് വെച്ച് മാത്രം പിള്ളയെ സംശയിക്കാൻ ഒക്കില്ല. ലോകത്ത് DGP പിള്ള മാത്രമല്ല മാൾബറോ സിഗരറ്റ് വലിക്കുന്നത്. ഒരു ലൂപ്പോൾസും ഇല്ലാത്ത ഒരു സോളിഡ് എവിഡൻസ്, അതാണ് നമുക്ക് വേണ്ടത്. ഈ മായാപ്പിള്ള ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി. അതൊക്കെ ഓർഡർലി സുമിത്ര പൊതിഞ്ഞു കെട്ടി മായാ സാറിന്റെ അച്ഛന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു എന്നാ പറഞ്ഞത്. ആദ്യം ഓർഡർലി സുമിത്ര, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ. ഇപ്പൊ ലഞ്ച് ബ്രേക്ക്. ജീവിച്ചിരിക്കാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിച്ചൂടെ എന്റെ സഖാക്കളെ? എന്താ കുഞ്ഞത്? ഒരു ശരിക്കും ഇരുന്നാട്ടെ. ആ കയ്യൊന്ന് നീട്ടിയാട്ടെ. ആരോട് ഇട്ടംപിള്ള? ഞാനാണേ. വാ. മരിച്ചുപോയ മായാപ്പിള്ളയെ അറിയോ? എന്റെ സ്വന്തം മോളായിരുന്നു സാറേ അവള്. ഏത് ഭാര്യ? രണ്ടാമത്തെ ഭാര്യ. മൊത്തം എത്ര സംബന്ധം കഴിഞ്ഞു? 5. തനിക്ക് ഇവിടാണോ ജോലി? അല്ല, ഇട്ടൊരു ആട്ടക്കാരനാ. കാവടിയാട്ടം സീസണിൽ ആടാൻ പോകും. ഏതാ പയ്യൻ? കുട്ടൻ തമ്പുരാൻ. ഈ കോവിലകത്തെയാ.
തമ്പുരാന് തലയ്ക്ക് ചൂടുള്ളതുകൊണ്ട് തളം വെക്കാനാ ഞാനിവിടെ വന്നത്. ഈ രണ്ടാമത്തെ ഭാര്യയിൽ തനിക്ക് എത്ര മക്കളുണ്ട്? മായ മാത്രം. പാവങ്ങൾ, അമ്മയും മോളും മരിച്ചു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക്. തന്നെ ആരും കൊന്നില്ലേ? മകളുടെ ശവം കാണാൻ പോലും അച്ഛൻ ചെന്നിരുന്നില്ലെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. കാണാൻ എനിക്ക് യോഗം ഉണ്ടായില്ല സാറേ. ഞാൻ ആടാൻ പളനിക്ക് പോയിരിക്കുകയായിരുന്നു. ചിത വെക്കുന്നവരെ കാത്തു. ഇയാളെ കണ്ടില്ല. മകൾ ആത്മഹത്യ ചെയ്താണെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട്? ഇതുപോലെ അവളുടെ അമ്മയും ആത്മഹത്യ ചെയ്യായിരുന്നു സാറേ. ജീവിച്ചിരുന്നപ്പോ മകളെ അച്ഛന് വേണ്ടായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ അവളുടെ സാധനങ്ങളെല്ലാം നുള്ളിപ്പെറുക്കിയെടുക്കാൻ താൻ 4 കൈയും നീട്ടി അങ്ങോട്ട് ചെന്നല്ലോടോ. താൻ എടുത്തുകൊണ്ടുവന്ന സാധനങ്ങൾക്കിടയിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? സിഗരറ്റ് പാക്കറ്റോ? അതെ, സിഗരറ്റ് പാക്കറ്റ്. അതിനവർക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നല്ലോ സാറേ. തൽക്കാലം കേസ് അന്വേഷണം തീരുന്നതുവരെ പുറത്ത് കാവടിയാട്ടം വേണ്ട. അതല്ല, ആടിയെ തീരുന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ട് ഞാൻ ആടിക്കാം. അഗ്നിക്കാവടി കിട്ടാൻ കേട്ടല്ലോ. സർ, മൂസ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും പ്രതാപവർമ്മയുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. എന്താ കൂട്ടി? ഒരു കളം അവൻ നമ്മളെ കയറിവെട്ടി. തെരഞ്ഞെടുപ്പ് സമയത്ത് ആർഡിയുടെ പേരിൽ അലിഗേഷൻ. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി മരിക്കുന്നു, ലോക്കപ്പ് മരണം. നമുക്കെതിരെ പ്രയോഗിക്കാൻ ഇതിലും വലിയ ആയുധമില്ല ആർഡി. ആരാ നീ? അനാവശ്യ ചോദ്യങ്ങളൊന്നും വേണ്ട. സെർച്ച് കഴിയുന്നവരെ അനങ്ങി പോരുത്. വി ആർ ഫ്രം റവന്യൂ ഇന്റലിജൻസ്. സഹകരിക്കുന്നതാണ് അങ്ങേക്ക് നല്ലത്. പൊന്നും വില കൊടുത്ത് വാങ്ങിക്കൂട്ടിയ കുടിലുകളുടെയും കൊട്ടാരങ്ങളുടെയും കണക്കാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. യു ഫൂൾ! ഈ കൊട്ടാരത്തിന്റെ അകത്ത് കയറി എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് നിനക്കൊക്കെ അധികാരം തന്നത്? ഞാൻ ജില്ലാ കളക്ടർ ഇന്ദിരാൻ നായനാർ. എനിക്ക് ഈ കൊട്ടാരത്തിൽ കയറാൻ നിങ്ങളുടെ പോലും അനുവാദം വേണ്ട. അന്തപുരത്തിലെ പൂട്ടിയിട്ടിരിക്കുന്ന പള്ളിയറകൾ ഓരോന്നായി തുറന്നു കാണിക്കണം തമ്പുരാൻ. നടക്കട്ടെ. എങ്കിലും കളക്ടറോട് ഒരു അപേക്ഷയുണ്ട്. ഇവിടുത്തെ അടുത്തറ ഇളക്കി മറിക്കാൻ പോകുന്ന പാവം SSLC പോലീസുകാരൻ അറിയില്ല ചവിട്ടി നിൽക്കുന്ന ഈ രാജകൊട്ടാരത്തിന്റെ പരിശുദ്ധി. അത് അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിന്നൊരിക്കൽ കളക്ടറും മന്ത്രിയും കൂടി പടയൊഴുക്കത്തിന് അകമ്പടി വരാൻ പറഞ്ഞാൽ ഓടി വരാൻ പാവം ഈ പോലീസുകാരന് ശേഷി ഉണ്ടാവില്ല. നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നവർ ഇത്തരം കാറ്റി മൊഴികളൊന്നും ഈ പൊന്നുമൊബൈൽ നിന്ന് വിളിച്ച് പുലമ്പരുത്. താൻ തല്ലി തുറന്ന് അകത്ത് കയറുന്ന ആളുകളിലാണ് പണ്ടത്തെ മഹാന്മാരായ ചക്രവർത്തിമാരുടെ നാട് ഭരിച്ചിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കുന്നേ ഉള്ളൂ. കാട്ടുടെയും കൂട്ടുടെയും കൊട്ടാര മത്സരം നടക്കട്ടെ. പൊന്തി വരുന്ന പൊന്നും പൗളും ഒക്കെ എന്നെ ഒന്ന് കാണിക്കാനുള്ള സന്മനസ്സുണ്ടാകണം കളക്ടർ ഇന്ദിരാ നായനാർക്ക്. ഇനിയും ആരംഭിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ വിവരമറിഞ്ഞ് വിളി തുടങ്ങി. അറ്റൻഡ് ചെയ്തോളൂ. ഇനി അവരോടൊക്കെ മറുപടി പറയേണ്ടത് ഞാനല്ല, നീയും നിന്റെ ഭർത്താവുമാണ്. അവിടെ നിൽക്കണം. ഭഗവാനെ രക്ഷിക്കാൻ പോകും നമ്മൾ തടയരുത് കേട്ടോ. 75 വർഷമായി തെറ്റിക്കാത്ത പതിവാ. സെർച്ച് കഴിയുന്നവർ ആരും ഇവിടുന്ന് പുറത്തു പോകാൻ പാടില്ല. ഏത് വലിയ പറയാനാലും ശരി. സേവിയർ, ആരോടാണ് കയർക്കുന്നതെന്നറിയാമോ? പൊന്നുമ്പുരാൻ ക്ഷമിക്കണം, പതിവ് തെറ്റിക്കണ്ട. ചെന്നാട്ടെ. സന്തോഷമായി. നമ്മൾ തടഞ്ഞതിന് ഇയാളോട് പരിഭവിക്കണ്ട കേട്ടോ. അയാൾ അയാളുടെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. പോട്ടെ. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ നേരിട്ട് വന്ന് മാർക്ക് ചെയ്ത് പോയിട്ടുള്ള പുരാവസ്തുക്കളാണിവ. പഴയ തമ്പുരാക്കന്മാരുടെ പള്ളിവാളുകളും മുടവാളുകളും രത്നകിരീടവും. സംശയമുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരെ വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ഈ കവർ തുറന്നു നോക്കാം. എല്ലാം 200 വർഷങ്ങൾ വരെ കാലപ്പഴക്കമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടതിന്റെ സയന്റിഫിക് റിപ്പോർട്ട്. ഇനിയും ഈ നിലവറയിൽ നിന്ന് ഉരുകണോ കലക്ടർക്ക്? ലജിക്കണ്ട, നിങ്ങളുടെ മുഖ്യമന്ത്രി വരെ നിന്നുരുകയായിരിക്കും ഇപ്പോ. പിന്നെയാണോ നിസ്സാരയായ ഈ കളക്ടർ? എന്താ നായനാരെ? ആ ഡിക്കിയും തുറക്കണം.
തമ്പുരാൻ, ഇതൊക്കെ കൊട്ടാരത്തിന്റെ രേഖകളിൽപ്പെടാത്ത അങ്ങയുടെ മകന്റെ ഭൂമിയിലെ സമ്പാദ്യങ്ങളാണ്. ഒന്നും നാം അറിഞ്ഞതല്ല മേനാരെ. അറിയാം തമ്പുരാൻ. ദോ, ഇതൊക്കെ എവിടേക്ക് കടത്താനാ പ്രതാപവർമ്മ തന്നോട് പറഞ്ഞത്? DGP പിള്ളസാറിന്റെ വീട്ടിലേക്ക്. തക്കതായ രേഖകളില്ലാത്ത 100 കോടി രൂപയുടെ ബിനാമി സ്വത്തുക്കൾ പോലീസിന്റെ സഹായത്തോടെ റവന്യൂ വകുപ്പ് കണ്ടുകെട്ടി. ഇതിന്റെ പിന്നിലുള്ള ഉന്നതൻ ഉടൻ തന്നെ പിടിയിലാകുമെന്ന് DGP ശ്രീ പത്മനാഭപിള്ള തന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. എന്നെ കൊണ്ട് തന്നെ അവനത് പറയിപ്പിച്ചു. പ്രസ് മീറ്റിംഗിൽ ഞാനത് പറയുമ്പോൾ എന്റെ നെഞ്ചു പൊട്ടുകയായിരുന്നു. പോയി, എല്ലാം കൊണ്ടുപോയി. 100 കോടി കണി കാണാൻ പറ്റുമോ നമുക്കിനി ജന്മം? അവനെ തളച്ചിടാൻ ഒരു വഴിയും തനിക്ക് പറയാനില്ല. എല്ലാ വഴികളും പൂട്ടി സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെന്ത് പോംവഴി തമ്പുരാനെ? പറയുമ്പോ സ്റ്റേറ്റ് പോലീസിന് രാജാവായിട്ട് എന്നെ കിരീടം വെച്ച് കുടിയിരുത്തിരിക്കുകയാണല്ലോ. ദിവസവും പോലീസിൽ നിന്ന് നടക്കുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല. വീക്ക്ലി റിപ്പോർട്ട് പോലും എന്നെ കാണിക്കുന്നില്ല. ഫയലും ഫോണും വയർലെസ്സും എല്ലാം മാറ്റി. മുഖ്യമന്ത്രി എന്ത് ചെയ്തു, ചെയ്യുന്നു, ചെയ്യാൻ പോകുന്നു ഒന്നും DGPയോട് പറയേണ്ടെന്ന റോക്ക് ഹൗസ് എന്നുള്ള ഉത്തരവ്. എന്തിന്? സല്യൂട്ട് പോലും ഇല്ല DGPക്ക്. ആരുടെ ആളി കത്തുകയാണ്. കത്തിക്കാൻ അവന്റെ കൂടെ കുറെ മൈഗുണാശന്മാരും. ആ കാട്ടുതീയിൽ ആരൊക്കെ കിടന്ന് വേവുമെന്ന് മാത്രം ഇനി നോക്കിയാൽ മതി. അവന്റെ വെറുമൊരു നിഴലാട്ടം കണ്ടപ്പോഴേക്കും താൻ ഇങ്ങനെ പേടിച്ചാലോ? നിഴലാട്ടം ഇതാണെങ്കിൽ അവന്റെ താണ്ഡവം കാണാൻ ഞാൻ ഉണ്ടാവില്ല. ഉണ്ടാകും. താനും ഞാനും ബാക്കി ഉണ്ടാകും. അവൻ നമ്മളെ വീഴ്ത്തുന്നതിന്റെ ഒരു ദിവസം മുമ്പെങ്കിലും ഞാൻ അവനെ വീഴ്ത്തും. താൻ ധൈര്യമായി പോപിള്ളേ. അറസ്റ്റ് ചെയ്യുന്നത് ഏതെല്ലാം കുറ്റങ്ങൾക്കാണെന്ന് അറിയണ്ടേ സാറിന്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരുമാതിരി ക്നാപ്പ് വർത്താനം പറയരുത്. അറിയത്തില്ലെന്നു. തിരുമുൽപ്പാടനെ കൊല്ലാൻ താൻ കൂട്ടുനിന്നു. പവറോണിന്റെ എല്ലാ ചീറ്റിങ്ങിനും സാറ് കൂട്ടുനിന്നു. കണക്കിൽ കൊള്ളാത്ത സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി. തിരുവനന്തപുരത്ത് ഒരു പഴയ അസിസ്റ്റന്റ് കമ്മീഷണറുടെ വലതുകാല് താൻ ഇരുമ്പുകാലാക്കി. പ്രതാപവർമ്മ കളിച്ച എല്ലാ ഫൗൾ പ്ലേയിലും ഒരു ഫ്രോഡ് റെഫറിയുടെ റോളായിരുന്നു സാറിന്. വളരെ വൈകിപ്പോയി. ഇനി ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാറിന് കഴിയില്ല. പറയൂ, സാർ മായാപ്പിള്ള എങ്ങനെയാണ് കൊന്നത്? ഞാനല്ല മായയെ കൊന്നത്. പിന്നെ ആരാ എന്റെ പിള്ളാച്ച? മൂസയാണ് കൊന്നത്. എന്നിട്ടത് ആത്മഹത്യയാക്കി മാറ്റി. ഞാനപ്പോ ആറ്റിങ്ങ ടീവിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാം നടന്നു കഴിഞ്ഞു. വെറുതെ തലച്ചോറ് പുഴുങ്ങണ്ട. തന്റെ ഈ ഡിറ്റക്റ്റീവ് കഥ കേൾക്കാനുള്ള സമയമോ സൗകര്യമോ ഞങ്ങൾക്കില്ല. എന്താ നടന്നതെന്ന് ഞങ്ങൾക്കറിയാം. മായെ കൊന്നത് നിങ്ങൾ തന്നെയാണ് സാർ. അന്ന് സാർ ആറ്റിങ്ങൽ ടിവിയിൽ പോയിട്ടില്ല, അവിടെ താമസിച്ചിട്ടുമില്ല. നിങ്ങൾക്കെതിരായുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവിവാഹിതയായ മായാപ്പിള്ളയിൽ നിങ്ങൾക്ക് പണ്ടേ ഒരു കണ്ണുണ്ടായിരുന്നു. പല രാത്രികളിലും നിങ്ങൾ അവരെ വിളിച്ച് ശല്യം ചെയ്തിട്ടുണ്ട്. വിവാഹാഭ്യർത്ഥന വരെ നടത്തിയിട്ടുണ്ട്. ശരിയല്ലേ? അവൾ എതിർത്തു. അവളെ മറ്റൊരിടത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാതെ മൂക്കിന് താഴെ തന്നെ കമ്മീഷണറായിരുത്തി നിങ്ങൾ അവളെ കണ്ടാസ്വദിക്കുകയായിരുന്നു. ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞാൽ താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പറഞ്ഞ സാർ ഉച്ചിയിൽ കയറ്റി വെച്ച് വളർത്തുന്ന ഒരേ ഒരു മോളുണ്ടല്ലോ, അതിനെ ഇവർക്ക് പോലീസ് മുറയിൽ ചോദ്യം ചെയ്യേണ്ടി വരും. സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം തുറന്നു പറയാം. പറ. സംഭവം നടന്ന രാത്രി ഞാൻ മായാപ്പിള്ളയുടെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് മായോട് ഇന്നെന്നല്ല ഒരിക്കലും ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. സത്യം പറയാമല്ലോ. പവറോൺ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ മായൽപ്പ റാഷായിട്ട് സംസാരിച്ചു. അതിന് ക്ഷമ ചോദിക്കാൻ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്ലീസ് മായേ, മാപ്പ്. ഒരു DGP ഇത്രയും അധപ്പതിക്കാൻ പാടില്ല. DGPക്ക് ക്ഷമ പറയാൻ പാടില്ലെന്നോ പ്രേമിക്കാൻ പാടില്ലെന്നോ ഇന്ത്യൻ പീനക്കോഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര കാലം കൊണ്ട് മായേ ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നിങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇനി ഒരു 1000 വട്ടം ആവർത്തിച്ചാലും എന്റെ ഉത്തരം നോ ആയിരിക്കും. അല്ല, മായയുടെ കണ്ണിൽ എനിക്ക് എന്താ ഒരു കുറവ്? വയസ്സ് 48 അതോ ഒരു കുട്ടിയുടെ അച്ഛനായത്? അതോ 2ാം കെട്ടുകാരനാണെന്നോ? ഈ പറഞ്ഞതൊക്കെ നിസ്സാരമായി കളഞ്ഞാലും എന്റെ മുന്നിൽ നിങ്ങൾ ഒരു ബിഗ് സീറോ ആണ്. പല പ്രാവശ്യം മുഖത്ത് കാറി തുപ്പിയിട്ടും ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന നിങ്ങൾ ഒരു പുരുഷനാണോ? ഇനി നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്താ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിന്നെ പോലത്തെ ഒരു നത്തോലി കമ്മീഷണർ എന്നെ വളർത്താനാടി. കാണാൻ നല്ല ഗുമ്മുള്ളൊരു ശരീരം, അതിനോട് ഭാര്യ മരിച്ച് എനിക്കൊരു ഭ്രമം തോന്നി. അതിന് നീ എന്നെ ഒരുപാട് നാള് പാട്ട കൂട്ടിച്ചു. ഇനി നിന്നെ ഇവിടുന്ന് പ്രശ്നം.
പന്നീന്റെ മോനെ ഈ അലാക്കിലെ ഓടിപ്പ്. അല്ലോ, നിങ്ങളായിരുന്നോ? നിങ്ങളുടെ മോളെന്താണപ്പ ഒരുമാതിരി ജിന്നിനെ കണ്ട മാതിരി? കാര്യം പറയടോ. അവള് മരിച്ചു. നിങ്ങൾ ആരെങ്കിലും പൊക്കിയ? വയസ്സെത്ര? 14 16? കമ്മീഷണർ മായാപ്പിള്ള മരിച്ചു. താൻ കൊന്നോടോ പിള്ളേ? കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ലടോ. അവള് ബലം പിടിച്ചപ്പോ ഒരു കയ്യബദ്ധം പറ്റിയതാ. നിങ്ങളുടെ ഒടുക്കത്തെ ആർത്തി കണ്ടപ്പോഴേ നമ്മൾ കരുതിയതാ ഇതിങ്ങനെ വരുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം അല്ലായിരുന്നു. ഏതായാലും നിങ്ങൾ ബേജാറാണ്ടിരിക്കേ. ഓട മയത്തിന്മേ ചെറിയൊരു ഡെക്കറേഷൻ. സംഗതി ആത്മഹത്യ. എന്തേ? എന്നെ കൊണ്ടൊന്നും വയ്യ. നിങ്ങളെ ആരെങ്കിലും വിളിച്ചോന്ന്? ഒക്കെ നമ്മളേറ്റെന്ന്. കയ്യിൽ കുപ്പി ഉണ്ടെങ്കിൽ 2 എണ്ണം കൂടെ വീശിയിട്ട് വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നാളെ പുലരുമ്പോ ഒരു ഫോൺ വരും. ആദ്യം ഒന്ന് ഞെട്ടണം. എന്നിട്ട് ഷർട്ടും മേലൊരു കറുത്ത തുണിയും കുത്തി ചുണ്ടും വിറപ്പിച്ച് ഓട വീട്ടിലോട്ടങ്ങ് പോയാ മതി. നിങ്ങൾ കേറിപ്പോയെന്ന്. നിങ്ങൾ കേറുന്നു. പിറ്റേന്ന് മായാപ്പിള്ള ആത്മഹത്യ ചെയ്തു എന്ന് വാർത്തയറിഞ്ഞ അവിടെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ കണ്ടത് കയ്യിൽ ഹാൻഡ്കപ്പ് അണിഞ്ഞ് വെയിൻ മുറിച്ച് മരിച്ചു കിടക്കുന്ന മായയാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. കൊലക്കുറ്റിൽ നിന്നും എന്നെ രക്ഷിക്കാൻ മൂസ തെളിവെല്ലാം മായിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. മായ കൊന്നത് ഞാൻ തന്നെയാണ്. DGP വിശ്വസിച്ചിരിക്കുന്നത് അയാളുമായി ഉണ്ടായ മൽപ്പിടുത്തത്തിൽ കട്ടിലിൽ തലയടിച്ച് അവർ മരണപ്പെട്ടു എന്നാണ്. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയെന്നാണ് മൂസ പിള്ളയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. DGP പിള്ള അവിടെ നിന്ന് പോന്നതിനും മൂസ മായാപ്പിള്ളയുടെ വീട്ടിൽ ചെന്നതിനും ഇടയ്ക്കാവണം യഥാർത്ഥ കൊലയാളി അവിടെ വന്ന് പോയിട്ടുണ്ടാവുക. അപ്പോ മൂസയെ കിട്ടിയാൽ ഇതിന്റെ സത്യം അറിയാം. ഇതിലും ഭേദം ജയിലായിരുന്നു. കുറച്ചു ദിവസമായിട്ട് നമ്മൾ ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുക. നിങ്ങൾ എന്താന്ന് വെച്ചാ പെട്ടെന്ന് തീരുമാനിക്കും. ഒന്ന് തുള്ളാന്നില്ലടോ കാക്ക. അല്ലെങ്കിൽ താൻ അവന്റെ മറ്റേടത്തേക്കല്ലേ തന്റെ ശ്വാസം മുട്ടിൽ അവൻ മാറ്റി തരും. ഒന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുക. നേരെ ചൊവ്വ ഒരു വറ്റിറങ്ങുന്നില്ല എനിക്ക്. അരി എത്തിയാൽ പിന്നെ വറ്റിറങ്ങാൻ പ്രയാസമായിരിക്കും മൂസ. പോലീസിന്റെ കയ്യിൽ നമ്മളെ കിട്ടിയ അവരിടിച്ചു പിഴിയും. എന്റെ ശരീരം വേദനിച്ച എല്ലാരെയും നമ്മൾ കരയിപ്പിക്കും. അതിനു മുമ്പ് നമ്മളെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളി. 14 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞാൽ മൂസയെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അവിടെ അവൻ മുട്ടുകുത്തും. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ മൂസയെ പിന്നെയും ഇവിടെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ തനിക്കും ഒപ്പം എനിക്കും? അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഗ്വാളിയർ പാലസിലോ മൈസൂർ പാലസിലോ എങ്ങോട്ടെങ്കിലും നമ്മളെ മാറ്റിയാൽ മതിയെന്ന്. പക്ഷേ തമ്പ്ര ഒന്നോർക്കണം, 1 2 കോടി രൂപയുടെ ലാഭമല്ല നമ്മൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പാലസിലാണെങ്കിലും പണം വേണം ജീവിക്കാൻ. പക്ഷെ പിണത്തേൻ ജീവിക്കാൻ പണം വേണ്ട മൂസയെ. സാഹിബിന് പോലീസുകാർ തല്ലിക്കൊന്ന് കൊണ്ടിട്ടതാണ് അവിടെ. അല്ലാതെ യുവമാരുടെ കാര്യം ഉണ്ടായിരുന്ന സാഹിബ് എങ്ങനെ ഇവിടെ കത്തി കിടക്കും? പറയടാ,
നിന്റെയൊക്കെ കൈ കൊണ്ടല്ലേ ഞങ്ങളുടെ സാഹിബിനെ അടിച്ചു കൊന്നത്. വെട്ടിയെടുക്കടാ കൈ. Allah. ക്രൈംബ്രാഞ്ച് മാസികയും ഈ പ്രോപ്പർട്ടി ലിസ്റ്റിൽ മിസ്സിംഗ് ആണ് സർ. മനഃപൂർവ്വമാണ് ആ മാസിക ആരെങ്കിലും നീക്കം ചെയ്തതെങ്കിൽ ചെറിയാൻ ഐസക്കിന്റെ ക്രൈംബ്രാഞ്ച് ശരിക്കും ആരുടെയെങ്കിലും കുറ്റപത്രമായിരിക്കും. മൂർത്തി സാർ എവിടെ? നാളെ വോട്ടിംഗ് ആണ്. വോട്ടേഷൻ ലിസ്റ്റും കൊണ്ട് അവസാന റൗണ്ട് പര്യടനത്തില. ദേശക്കരെ സാറ് മറന്നു. ബാലറ്റ് പെട്ടിയിൽ തോറ്റാലും ഇവിടെ നമ്മൾ ജയിക്കണം സേവ്യർ. ആലോചിക്കാൻ സമയമില്ല. ക്രൈംബ്രാഞ്ചിനെ ഒന്ന് പൊക്കണം സർ. പല മാന്യന്മാരുടെയും പുറത്തു പറയാൻ കൊള്ളാത്ത പല രഹസ്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നത് കമ്മീഷണർ മായാപ്പിള്ളയായിരുന്നു സർ. മാസിക തുടങ്ങാൻ പൈസ തന്ന് സഹായിച്ചതും അവരാ. ആദ്യ ലക്കം തന്നെ ഒരു സംസാര വിഷയമാകാൻ എന്തെങ്കിലും ഒരു ഹോട്ട് ന്യൂസ് പറഞ്ഞു തരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരു പത്രക്കാർക്കും കിട്ടാത്ത ഒരു ഹോട്ട് ന്യൂസ് അവരെനിക്ക് പറഞ്ഞു തന്നു. ഇടയാറൻ ഡാമിലെ എഞ്ചിനീയർ തിരുമുൽപ്പാടിന്റെ കൊലയ്ക്ക് പിന്നിൽ പവർ ഓൺ കമ്പനിയും മൂസ എന്ന രാഷ്ട്രീയക്കാരനുമാണെന്ന്. ഞാനത് ക്രൈംബ്രാഞ്ച് വാരികയുടെ ഒരു കണ്ടുപിടുത്തമായിട്ട് എഴുതി സർ. ഉദ്ഘാടനത്തിന് മുമ്പ് ന്യൂസ് ലീക്ക് ആവരുതല്ലോ എന്ന് കരുതി അച്ചടിച്ച കോപ്പികളെല്ലാം എന്റെ വീട്ടിൽ തന്നെയാണ് സാർ സൂക്ഷിച്ചത്. അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. ഒന്ന് എനിക്ക് ന്യൂസ് തന്ന കമ്മീഷണർ മായാപിള്ളയ്ക്കും, മറ്റൊന്ന് ഒന്ന് തമ്പുരാനും. ഐസക്കിന് ഈ ഹോട്ട് ന്യൂസ് എവിടെ നിന്ന് കിട്ടി? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. കമ്മീഷണർ മായാപിള്ളയാണ് എല്ലാ വിവരവും പറഞ്ഞു തന്നത്. നാളെയോ മറ്റന്നാളോ അറസ്റ്റ് നടക്കും തമ്പുരാൻ. അവർക്ക് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. ഏതോ ഒരു വലിയ തിമിങ്ങലം കൂടി കുടുങ്ങാനുണ്ടത്രേ. അതാളാരാണെന്ന് മാത്രം എന്നോട് പറഞ്ഞില്ല. കോപ്പിയെല്ലാം ഏജന്റുമാർക്ക് അയച്ചു കഴിഞ്ഞോ? ഇല്ല, ഞാൻ തന്നെ നേരിട്ട് എല്ലായിടത്തും കൊണ്ട് കൊടുക്കുക. തൽക്കാലം ഒരു പഴയ പെട്ടിയോട്ടോ വാങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും പണം തന്നെ സഹായിച്ചത് കമ്മീഷണർ സാറാണ്. പോലീസ് ആണെങ്കിലും പൊന്നു മനസ്സാണ് അവർക്ക്. നല്ലവർക്കൊക്കെ ഈ ഭൂമിയിൽ അൽപായസാണ് ചെറിയാനേ. കൊട്ടാരത്തിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം രാത്രിയിൽ മാസിക കടകളിൽ എത്തിക്കാൻ വേണ്ടി പുറപ്പെട്ടു. വീടിന് പുറത്തേക്ക് വന്ന ഞാൻ കണ്ടത് മാസിക കയറ്റിയ എന്റെ ഓട്ടോറിക്ഷ നിന്ന് കത്തുന്നതാണ്. ആരാണിത് ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നും എനിക്ക് മനസ്സിലായില്ല സാർ. പിറ്റേ ദിവസം പ്രതാപവർമ്മ തമ്പുരാൻ എന്നെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എല്ലാ വിവരവും അറിഞ്ഞെന്നും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുതെന്നും പറഞ്ഞ് എനിക്ക് കുറേ രൂപ തന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ച് കളറായി, പ്രസ് ഓഫ്സെറ്റ് ആക്കി, കാറായി, പത്രാസായി. താൻ ചെല്ല്. ഓ
അടൂർ കോവിലകത്തെ ഇളമുറ തമ്പുരാന് മായാപ്പിള്ളയോട് ഇത്രയും അടുപ്പം വരാൻ കാരണം? ശരിയാ. തമ്പുരാൻ, ഇതാരാണെന്നറിയില്ല. അടൂർ കോവിലകത്തെ ഇരുട്ടും വിശപ്പും പീഡനവും സഹിക്കാനാവാതെ ഭ്രാന്തിന്റെ വക്കത്തെത്തിയ അങ്ങയുടെ കൊച്ചനന്തരവൻ. ഉണ്ണി, ഈ വലിയമ്മവനോട് ക്ഷമിക്കൂ. നിന്നെ ഇവിടെ വിളിച്ചു വരുത്തി താലോലിക്കാനുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള അധികാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആര് ക്ഷണിച്ചു ഇങ്ങോട്ട്? നിനക്കെന്താ അവിടെ കാര്യം? കാര്യമുണ്ട്. പൊന്നു തമ്പുരാനെ നാട് കടത്താൻ ഞങ്ങൾക്ക് ഈ ഇളയ തമ്പുരാനെ ആവശ്യമുണ്ട്. മിസ്റ്റർ പ്രതാപവർമ്മ, യു ആർ അണ്ടർ പോലീസ് കസ്റ്റഡി. എന്തിന്? മായാപ്പിള്ള എന്ന മുൻ പോലീസ് കമ്മീഷണറെ മൃഗീയമായി കൊന്നതിന്. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇളയിടത്ത് പാലസ് എന്നല്ലേ ഈ കൊട്ടാരത്തിന്റെ പേര്? അതെ. പ്രതാപവർമ്മയുമായി തനിക്കെന്താ ബന്ധം? ഞാൻ പാലസ് സെക്യൂരിറ്റിയുടെ ചീഫാ. അല്ല, തമ്പുരാന്റെ ഈ രാവണക്കോട്ടയിൽ ഒരു എറുമ്പ് പോലും കയറാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തമ്പുരാനെ ഇപ്പോഴും സേവിക്കുന്ന നന്ദിയുള്ള നായ അനന്തരാമൻ. തമ്പുരാൻ ഞെട്ടണ്ട. സാക്ഷികൾ ഒന്നും രണ്ടും അല്ല നിങ്ങൾക്കെതിരെ. സാധാരണ നിങ്ങളുടെ നായാട്ടിനും പള്ളിവേട്ടയ്ക്കും തെളിവുകൾ ഉണ്ടാവാറില്ല. പക്ഷേ ഈ നരനായാട്ടിന് നിങ്ങൾക്ക് പിഴച്ചു. വെറും സാക്ഷികൾ മാത്രമല്ല, ദൃക്സാക്ഷികൾ വരെയുണ്ട്. കഷ്ടപ്പെട്ട് കത്തിച്ചു കളഞ്ഞ ഈ മാസിക ഓർമ്മയുണ്ടോ? പ്രതാപവർമ്മ സിറ്റി പോലീസ് കമ്മീഷണറെ എന്തിനു കൊന്നുവെന്ന് ഈ മാഗസിൻ പറയും. മായാപ്പിള്ളയെ കൊല്ലാൻ തീരുമാനിച്ച ഉടനെ
ആ രാത്രി നിങ്ങൾ ആദ്യം വിളിച്ചത് DGP പിള്ളയോ മൂസയോ ഒന്നും അല്ല, മായയുടെ അച്ഛൻ ഇട്ടം പിള്ളയാണ്. ഇയാളെ വിളിക്കാൻ പോയത് അനന്തരാമന്. നിഷേധിക്കാൻ തോന്നുന്നുണ്ടോ ഇട്ടംപിള്ളേ? ഇല്ല. ഇനി നീ ഒന്നും വിളിക്കണ്ട, പറഞ്ഞോളൂ അനന്തരാമ. രാത്രി അസമയത്ത് മായപ്പിള്ള തന്റെ ബംഗ്ലാവിന്റെ ഗേറ്റ് തുറക്കണമെങ്കിൽ മുട്ടി വിളിക്കുന്നവർ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കണമെന്ന് തമ്പുരാൻ പറഞ്ഞു. മകളോട് ഒടുങ്ങാത്ത അസൂയയും വെറുപ്പും മനസ്സിലിട്ട് നടക്കുന്ന സ്വന്തം അച്ഛനെ തന്നെ പ്രലോഭിപ്പിച്ച് സംഘത്തിൽ ചേർക്കും അല്ലേ? ഈ പറഞ്ഞതെല്ലാം ശരിയല്ലേ ഇളയ തമ്പുരാൻ? ശരിയാണ്. മോൻ എന്തിനാ ആ വീട്ടിൽ പോയത്? കോവിലകത്തെ പട്ടിണിയും പാടും മായ ചേച്ചിയോട് പറയാൻ പോയതായിരുന്നു. ആ രാത്രിയിൽ ഇങ്ങനെ ഒരു ഗസ്റ്റ് അവിടെ ഉണ്ടാവുമെന്ന് നിങ്ങളാരും കരുതിയില്ലല്ലേ? എന്നിട്ട് ഇവര് ചെയ്തതല്ല, ഞാൻ അകത്തെ മുറിയിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. കാശ് കാശ് എന്റെ കയ്യിലില്ല. ഞാൻ ചോദിക്കുമ്പോ ഒരിക്കലും എനിക്ക് തരാൻ നിന്റെ കാശുണ്ടാവില്ല. എല്ലാം കൊണ്ട് ഞങ്ങൾ അടൂർ കോവിലകത്തേക്ക് കൊടുക്കുകയല്ലേ? അതെന്റെ ഇഷ്ടം. പഴയതൊന്നും ഞാൻ മറക്കില്ല. അവിടുത്തെ ഊട്ടുപുരയിൽ ഉപ്പും ചോറും നിന്ന് വളർന്നവളാണ് ഞാൻ ആർക്കൊക്കെ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് അച്ഛനറിയേണ്ട കാര്യമില്ല. നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിപ്പോ കുറച്ച് കാശ് വേണം. അച്ഛന് വേണ്ട കാശ് ഞാൻ നാളെ എത്തിച്ചോളാം. അച്ഛൻ ഇപ്പൊ പോയിക്കോളൂ. തീർച്ചയാണ്. ക്രൈം ബ്രാഞ്ചിന്റെ ആദ്യലൊക്കെ ഞാൻ വായിച്ചു. തിരുവൾപ്പാടിന്റെ കൊലയ്ക്ക് പിന്നിൽ പവർ ഓൺ. മൂസയും DGP പിള്ളയും MP ഗോപിനാഥനുമെല്ലാം കുടുങ്ങുന്നു. അവർക്കൊപ്പം വലിയൊരു സ്രാവും അല്ലേ? ആ സ്രാവ് ഞാനാണെന്ന് നീ തിരിച്ചറിഞ്ഞു ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത്. പവർ ഓണിന്റെ ഉടമ ഹിസ് ഹൈനസ് പ്രതാപ വർമ്മ. കമ്മീഷണർ കളം മാറ്റി ചവിട്ടിയതറിയാൻ ഞാൻ അല്പം വൈകിപ്പോയതൊഴിച്ചാൽ എനിക്കൊന്നും തെറ്റിയിട്ടില്ല. ഇതുവരെ ഇവിടെ നേരത്തെ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് എന്റേതായ സാമ്രാജ്യം ഭരിച്ചിരുന്നതാണ് ഞാൻ. ആ തിരശ്ശീല ചീന്തിയറിയാൻ മാത്രം നീയും അസിസ്റ്റന്റ് കമ്മീഷണർ രാമദേവ നായനാരും വളർന്നിട്ടില്ല. പവറോണിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു നീ അവനോട്? എനിക്കറിയണം. മാപ്പു സാക്ഷി, ശവത്തിന്റെ സാക്ഷ്യം ഒരു കോടതിയും അംഗീകരിക്കില്ല കമ്മീഷണറെ. രാത്രി മുഴുവൻ തെരുവിൽ കഴിഞ്ഞ ഇളയ തമ്പുരാൻ അടൂർ കോവിലകത്ത് മടങ്ങിയെത്തിയിട്ടും ആ ഞെട്ടലിൽ നിന്ന് മോചിതനായില്ല. പേടിച്ച് പനി പിടിച്ച് പിച്ചും പേയും പറഞ്ഞു തുടങ്ങി. തന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞേക്കുമോ എന്ന ഭയം കൊണ്ട് തമ്പുരാൻ ഇരുട്ടുമുറിയിൽ തന്നെ ഒളിച്ചു കഴിഞ്ഞു. ഭ്രാന്തായി എന്നാണ് ജനം വിചാരിച്ചത്. നോക്കാൻ വന്നതോ ഇട്ടൻപിള്ളை. അതോടെ ഏത് നിമിഷവും പ്രതാപവർമ്മ തന്നെ കൊല്ലാനെത്തുമെന്ന് പാവം പേടിച്ചു. ഇളയ തമ്പുരാൻ ഇനി പേടിക്കണ്ട. നിയമത്തിന്റെ മുന്നിൽ അങ്ങയുടെ മകൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്തോളൂ, നാം തടയുന്നില്ല. ഒന്ന് തമ്പുരാനെ അറസ്റ്റ് ചെയ്ത്
പണ്ട് നിന്റെ കാൽ തൊട്ട് വന്നിച്ചിരുന്ന പ്രജകളുടെ കാൽ ചുവട്ടിൽ തന്നെ നീ വന്ന് വീണു. രാജകുമാരൻ ഒന്നോർത്തോളൂ, ഈ നാടിന്റെ യഥാർത്ഥ അധിപർ ജനങ്ങളാണ്. അവരെ അടക്കി ഭരിക്കാൻ അവരാരെയും അവരുടെ തലയ്ക്ക് മുകളിൽ അരിയിട്ട് വാഴിച്ചിട്ടില്ല. ഇനി വാഴിക്കയില്ലടാ. ദേശക്കര നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാമദേവ നയനാർ 21,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. ഇൻക്ലാബ്, 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 ഇൻക്ലാബ്.